السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين. أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല വജഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സിറാത്തുൽ മുസ്തഖീമിലുള്ള സഞ്ചാരത്തിൽ അതിൻ്റെ ഘട്ടങ്ങളിൽ നമ്മൾക്കിനി മനസ്സിലാക്കാനുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വ തആല വൻപാപമായി പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം ഗുരുതരമായ തിന്മകളായി പഠിപ്പിച്ചു തന്ന തിന്മകൾ, അത്തരം തിന്മകളെ സംബന്ധിച്ച് അതിലെല്ലാം പറയുക എന്നുള്ളത് പ്രാക്ടിക്കലല്ല. അതിലേറ്റവും സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഗൗരവം മറന്നുപോയിട്ടുള്ള, വിട്ടുപോയിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കടന്നു വരാൻ സാധ്യതയുള്ള വൻപാപങ്ങളെ സംബന്ധിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, വൻപാപങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണ എല്ലാ ഹറാമുകളും ദീനുൽ ഇസ്ലാമിൽ വിലക്കപ്പെട്ടത് തന്നെയാണ്, ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ചില തിന്മകൾക്ക് കൂടുതൽ ഗൗരവം കൽപ്പിച്ചതായി കാണാൻ സാധിക്കും. ആ തിന്മകൾ ചെയ്യുന്നവർക്ക് പ്രത്യേകം ഒരു ശിക്ഷ, ഒരു പ്രത്യേകം ഒരു ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, ഈ തിന്മ ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല. അല്ലെങ്കിൽ ലഅന അല്ലാഹ്, അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ലാ യുമിൻ, അവൻ വിശ്വസിക്കുന്നവനാവുകയില്ല, അവൻ്റെ ഈമാൻ പരിപൂർണമാവുകയില്ല. ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഇങ്ങനെ വളരെ ഗൗരവത്തിൽ ശക്തമായ താക്കീതോടുകൂടെ പഠിപ്പിച്ചത് ഇത്തരം തിന്മകൾക്കാണ് വൻപാപങ്ങൾ എന്ന് പറയും. അതിലേറ്റവും ഗൗരവമുള്ള തിന്മകൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നു. ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഇനങ്ങൾ. അത് കഴിഞ്ഞാൽ പിന്നെ ഗൗരവമുള്ളത് ബിദ്അത്തുകളാണ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സ്വഹാബത്തിൻ്റെ ആശയ ആദർശ നിലപാടുകൾ, അതിന് വിരുദ്ധമാകുന്ന, അതിന് ഓപ്പോസിറ്റാകുന്ന വിശ്വാസങ്ങൾ, ആദർശങ്ങൾ, നിലപാടുകൾ, അതാണ് ബിദ്അത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, വൻപാപങ്ങളെക്കാൾ ദീനിൽ ഗൗരവമുള്ളത് ബിദ്അത്തുകൾക്കാണ്. വൻപാപങ്ങളെക്കാൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റെപ്പുകളുണ്ടല്ലോ, ഇതേ ക്രമത്തിലാണ് ദീനിൽ അതിൻ്റെ ഗൗരവം. എന്ന് വെച്ചാൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരാൾ ഷിർക്ക് കലരാത്ത, കുഫ്ർ കലരാത്ത, സ്വഹാബത്തിൻ്റെ വിശ്വാസ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരാൾ, അയാൾ വളരെ മോശപ്പെട്ടൊരു വൃത്തികെട്ടൊരു കാര്യം, ഉദാഹരണം മദ്യപാനം വിചാരിക്കും. അയാൾ മുഴുകുടിയനാണെങ്കിൽ പോലും അയാളാണ് ആഖിറത്തിൽ ആരെക്കാളും ഉയർന്ന പദവിയിലുണ്ടാവുക. ബിദ്അത്തിന്റെ ആളുകളിൽപ്പെട്ട അങ്ങേയറ്റം ഇബാദത്തുകൾ ചെയ്യുന്ന ഒരാളേക്കാൾ വലിയ പദവിയിൽ ആരുണ്ടാവുക? സ്വഹാബത്തിന്റെ മാർഗത്തിലുള്ള വൻപാപങ്ങൾ ചെയ്ത ആളുണ്ടാവും. അത് പല ആളുകൾക്കും അറിയില്ല. അല്ല, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. ഫുസ്സാഖു അഹ്ലി സുന്നത്തി ഖൈറും മിൻ ഉബ്ബാദി അഹ്ലിൽ ബിദ്അ. അഹ്ലു സുന്നത്തിൽപ്പെട്ട ഫാസിഖുകൾ, വൻപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരാണ് ആരെക്കാൾ ഖൈർ, മികച്ച ആളുകൾ? അഹ്ലുൽ ബിദ്അയിൽപ്പെട്ട ആബിദീങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 സന്ദർഭങ്ങളിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചത്. ഏതൊക്കെ സന്ദർഭങ്ങൾ ഓർമ്മയുണ്ടോ? ഒന്ന്, വ്യഭിചാരിണിയായ ഒരു സ്ത്രീ, വ്യഭിചാരത്തിലൂടെ ഗർഭം ധരിച്ച സ്ത്രീ. ആ സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയ പെരുമാറ്റം എത്രയധികം റിഫ്ഖും റഹ്മത്തും അനുകമ്പയും, വിട്ടുകൊടുക്കാനും അവളെ പ്രതിരോധിക്കാനും, അവൾക്കെതിരെ മോശം പറയുമ്പോൾ അവരെ ആക്ഷേപിക്കാനൊക്കെ തയ്യാറായെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നേരെ ഓപ്പോസിറ്റ്, ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് സ്വഹാബത്തിൻ്റെ ഇബാദത്തുകൾക്കാളും എത്രയോ 10 മടങ്ങ് ഇബാദത്തുകൾ ചെയ്ത് മുന്നേറുന്നൊരു കൗമിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കാണിച്ച നിലപാടെന്താ?
വളരെ കർക്കശമായ രൂപത്തിൽ ശക്തമായി അത് ആക്ഷേപിക്കുകയും അവരെ മുഴുവനായി നശിപ്പിച്ച് കളയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഈ ഒരു വ്യത്യാസം ദീൻ പഠിപ്പിച്ചെന്ന വ്യത്യാസമാണ്, ദീൻ ഇസ്ലാം പഠിപ്പിച്ചെന്ന വ്യത്യാസമാണ്. അപ്പോൾ അത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയിൽ പെടാത്ത ബാക്കിയുള്ള വൻപാപങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞതും ഇതിലുൾപ്പെടും, ഈ വൻപാപങ്ങളിൽ പെടും. പക്ഷെ അത് ഇതിനേക്കാൾ ഗൗരവമുള്ളത് കൊണ്ട് പ്രത്യേകം ആദ്യം എടുത്തു പറഞ്ഞതാണ്. അതിൽ പെടാത്ത ചില വൻപാപങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു വൻപാപമാണ്, വൻപാപങ്ങളിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ച വൻപാപമാണ് ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്. ചെറിയ ശിർക്ക് എത്രത്തോളം എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫ് ഉണ്ട്. ചെറിയ ശിർക്ക് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന ആയത്തിൻ്റെ പരിധിയിൽ അത് പെടുമോ ഇല്ലയോ എന്ന് വെച്ചാൽ, അള്ളാഹു ശിർക്ക് ഒരിക്കലും പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞതിൽ വലിയ ശിർക്ക് മാത്രമാണോ ഉദ്ദേശിക്കപ്പെടുന്നത്, അതല്ല അതിൻ്റെ കൂടെ ചെറിയ ശിർക്കും പെടുമോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ ശിർക്കുമായിട്ടൊരാൾ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവനത് പൊറുപ്പിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ അഹ്ലു സുന്നത്തുൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്രമാത്രം മറ്റേത് വൻപാപത്തിനും ആ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മറ്റേത് വൻപാപത്തിനും ആ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ചെറിയ ശിർക്ക് എന്നുള്ളത് ആ ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന അത്രയും ഗൗരവമുള്ള വിഷയമാണ്. എന്നുവെച്ചാൽ പല ആളുകളും ചെറിയ ശിർക്ക് എന്ന് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ചെറുതല്ലേ എന്ന് വിചാരിക്കും. അത് ആ തിന്മ ഗൗരവം കുറഞ്ഞതായതുകൊണ്ടല്ല ചെറിയ ശിർക്ക് എന്ന് പറയുന്നത്. വലിയ ശിർക്കിൽ നിന്ന് വേർതിരിക്കാൻ, തമീസിന് വേണ്ടിയിട്ടാണ്. വലിയ ശിർക്കിൽ നിന്ന്, പക്ഷെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കല്ല എന്നൊരു വേർതിരിവിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ചെറിയ ശിർക്കെന്ന് പേര് നൽകി. അതല്ലാതെ ആ തിന്മ നിസാരമായതുകൊണ്ടോ ചെറുതായതുകൊണ്ടോ അല്ല. അത് ശ്രദ്ധിക്കണം. ഈ ചെറിയ ശിർക്കിൽ പെട്ടതാണ് എന്തൊക്കെ? ഉദാഹരണത്തിന് അള്ളാഹു അല്ലാത്തവരെ കൊണ്ട് എന്ത് ചെയ്യാം, സത്യം ചെയ്യുക. അല്ലേ? നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. പാപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, ആ ഉപ്പപ്പയാണ് സത്യം, ആ ഉമ്മമ്മയാണ് സത്യം, പിന്നെ തങ്ങളാണ് സത്യം. പല ആളുകളെ കൊണ്ട് സത്യം ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ വളരെയധികം വ്യാപകമാണ്. അത് വലിയ അപകടമാണ്. മിസ്രദാസ് പഠിപ്പിച്ചെന്നത്, ആരെങ്കിലും സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ഫല്യഹ്ലിഫ് ബില്ലാഹി ഔ ലിയസ്കുത്, അവൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അന്നത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അമാനത്ത്, വിശ്വസ്തത കൊണ്ട് സത്യം ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. അതിനെ മുൻനിർത്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? മൻ ഹലഫ ബിൽ അമാനത്തി ഫലൈസ മിന്ന. ആരെങ്കിലും അമാനത്ത് കൊണ്ട് സത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അതേപോലെ തന്നെ ലാ തഹ്ലിഫു ബി ആബായിക്കും, നിങ്ങൾ നിങ്ങളുടെ ഉപ്പമാരെ, പിതാക്കന്മാരെ മുൻനിർത്തി സത്യം ചെയ്യരുത്. അങ്ങനെ ധാരാളം ഹദീസുകൾ കാണാം. ധാരാളം ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചെറിയ ശിർക്കിൽപ്പെട്ട മറ്റു സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള വലിയൊരു തിന്മയാണ് തമീമത്ത്, ഏലസ് കെട്ടൽ. ഏലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, അത് ചിലപ്പോൾ തുണിയായിരിക്കാം, ചിലപ്പോൾ തകിടായിരിക്കാം, മറ്റു പലതും ആയിരിക്കാം. അത് ചിലപ്പോൾ കയ്യിൽ കെട്ടും, ചിലപ്പോൾ വീട്ടിൽ കെട്ടിത്തൂക്കും, ചിലപ്പോൾ വാഹനത്തിൽ എന്ത് ചെയ്യും, കൊളുത്തിയിടും. പല രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അത് നമ്മൾ അതിലൂടെ എന്തെങ്കിലും ഒരു മാറ്റം, ഇപ്പോൾ ഉദാഹരണത്തിന് വാഹനത്തിൽ അത് കെട്ടിത്തൂക്കിയാൽ ആ വാഹനത്തിൽ എന്ത് വരില്ല, അപകടമൊന്നും സംഭവിക്കില്ല എന്ന കരുതലോടുകൂടെ നമ്മൾ എന്ത് കെട്ടിത്തൂക്കിയാൽ അത് എന്താണ്, തമീമത്താണ്. അത് ഏലസാണ്. ദീനുൽ ഇസ്ലാമിൽ അത് ഏലസാണ്. അത് കയ്യിൽ ചരടായി കെട്ടുന്ന ആളുകളുണ്ട് രോഗം വരാതിരിക്കാൻ, അല്ലെങ്കിൽ രോഗം വന്നിട്ട് ആ രോഗം മാറാൻ കെട്ടുന്ന ആളുകളുണ്ട്. അത് വളയമായിട്ടിടുന്ന ആളുകളുണ്ട്, അരിയിൽ കെട്ടുന്നവരുണ്ട്, പലതരത്തിലുള്ള ആളുകളുണ്ട്. ഇത് വലിയ അപകടം പിടിച്ച വിഷയമാണ്. അങ്ങനെ ഏറ്റവും അപകടം പിടിച്ച ചെറിയ ശിർക്കിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഈ ചെറിയ ശിർക്കിൽപ്പെടുന്ന വലിയ വേറൊരു പ്രശ്നമുണ്ട്. ഇതിനേക്കാൾ അപകടം പിടിച്ച മറ്റൊരു വിഷയമുണ്ട്. എത്രത്തോളം എന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മസ്ജിദിലേക്ക് കടന്നു പോകുമ്പോൾ സ്വഹാബികൾ മസ്ജിദിൽ കൂടിയിരുന്ന് കാര്യമായിട്ട് എന്തോ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു വിഷയം ചർച്ച ചെയ്യാം. അപ്പോൾ
അപ്പോൾ ഇവരുടെ ഈ സംസാരവും ആവേശവും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇത്ര കാര്യമായി ചർച്ച ചെയ്യുന്നത്? അപ്പോൾ അവർ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്നറിയോ? മസീഹുദ് ദജ്ജാൽ, ദജ്ജാലിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, നിങ്ങളുടെ മേൽ ഞാൻ മസീഹുദ് ദജ്ജാലിനേക്കാൾ ഭയപ്പെടുന്നത് എന്തിനാണെന്നറിയോ? റിയാഇനെയാണ്. നിങ്ങളുടെ മേൽ മസീഹുദ് ദജ്ജാലിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് റിയാഇനെയാണ്. എന്താ റിയാ? ആളുകളെ കാണിക്കാൻ വേണ്ടി നല്ലൊരു പ്രവർത്തനം ചെയ്യുക. പ്രവർത്തനം നല്ലതാണ്, നല്ലൊരു ഇബാദത്ത് അല്ലെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഒരു കാര്യം, അതിനുള്ള ഇബാദത്ത് എന്ന് പറയാം. അങ്ങനെ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അള്ളാഹുവിൻ്റെ വജുദ്ദേശം, അവൻ്റെ തൃപ്തി ലഭിക്കാൻ, നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രതിഫലം കിട്ടാൻ. അത് മാത്രമേ നമ്മുടെ മനസ്സിൽ ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ. അതിന് പകരം മറ്റെന്തെങ്കിലും ചിന്ത വന്നാലോ അത് റിയാ ആയി, അത് റിയാ ആകും. എന്തുകൊണ്ടാണ് മസീഹുദ് ദജ്ജാലിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിയാഇനെ പേടിച്ചത്? എന്തുകൊണ്ടാണ്? എന്താ കാരണം? മസീഹുദ് ദജ്ജാൽ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ വരിക. ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് മാത്രമേ അയാളെ ഫിത്ന ബാധിക്കുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ ഫിത്നയായിരിക്കും, അത് വേറൊരു വിഷയം. പക്ഷെ റിയാ അങ്ങനെയാണോ? റിയാ എല്ലാ ആളുകൾക്കും എപ്പോഴും ബാധിക്കും. ഒരു പ്രത്യേക സമയമാകണമെന്നോ ലോകം അവസാനിക്കാനാകണമെന്നോ അങ്ങനെ ഒരു വ്യത്യാസം ഇതിനില്ല. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ റിയാഇൻ്റെ സ്ഥാനം എന്നുള്ളത് കൽബാണ്. ഒരാൾക്കും അറിയില്ല. ഒരാൾക്കും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇഖ്ലാസുള്ള റബ്ബിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന അതേ ഇബാദത്ത് മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി അതേപോലെ ചെയ്യാൻ പറ്റും. അതേപോലെ ചെയ്യാൻ പറ്റും, അതേ രൂപത്തിൽ അതേ രീതിയിൽ ചെയ്യാൻ പറ്റും. ആരും അറിയുന്നില്ല, ആർക്കും അത് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ എന്ത് ചെയ്യാൻ? ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവനെ നിയത്ത് മാറിയാൽ ഒരാൾ അറിയുന്നില്ല, ആരും ചോദ്യം ചെയ്യൂല. റബ്ബ് സുബ്ഹാനഹു വ തആല എപ്പോഴും എൻ്റെ ഹൃദയം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ചിന്ത മാറിപ്പോയാൽ എൻ്റെ ഈ പ്രവർത്തനങ്ങളൊക്കെ വെള്ളത്തിലാവും, അതൊക്കെ പാഴ്വേലയായി പോകും എന്നെപ്പോഴും ബോധമുള്ള ചിന്തയുള്ള ഒരാൾക്കല്ലാതെ അവൻ്റെ ഹൃദയത്തെ റബ്ബിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമേ നിലനിർത്താൻ കഴിയുള്ളൂ. ബാക്കി ആർക്കും കഴിയില്ല, ബാക്കി ആർക്കും സാധിക്കൂല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഈ കൽബ് എന്നുള്ളതിന് കൽബ് എന്നുള്ള പേരിടാൻ കാരണം എന്താണെന്നറിയോ? കലബ എന്ന് പറഞ്ഞാൽ അറബിയിൽ ചേഞ്ചായി നാം മാറി മറിയാന്നുള്ളൂ. ഈ കൽബിന് കൽബ് എന്നുള്ള പേരിടാൻ കാരണം ഇത് എപ്പോഴും ഇങ്ങനെ ചേഞ്ചായിക്കൊണ്ടേയിരിക്കും. എപ്പോഴും ഇതിങ്ങനെ ചേഞ്ചായിക്കൊണ്ടേയിരിക്കും. അത് ഒരേ അവസ്ഥയിൽ അത് ഇങ്ങനെ ഉറച്ചു നിൽക്കൂല, മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുന്ന കൽബിൽ, ചേഞ്ചായിക്കൊണ്ടേയിരിക്കുന്ന കൽബിൽ നമ്മുടെ ഇഖ്ലാസിനെ മാറാതെ കോൺസ്റ്റൻ്റായി പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പണിയാണ്. കുറച്ച് പണിയെന്നല്ല, വളരെ പ്രയാസമുള്ള കാര്യം. എത്രത്തോളം സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മാ ആലജ്തു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യത്തി. എൻ്റെ നീയത്ത് ശരിയാക്കുന്നതിനേക്കാൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പണിപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അത്രയും വലിയൊരു മുഹദ്ദിസ് പറയാം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ നീയത്ത് മാറാതെ പിടിച്ചു വെക്കുന്നതിനേക്കാൾ പ്രയാസമുള്ള മറ്റൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ലിഅന്നഹ തതഖല്ലബു അലൈ. കാരണം എന്താ? ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഞാൻ ഒരു ഹദീസ് പറയാൻ വേണ്ടി ഒരു മജ്‌ലിസിൽ ഇരിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ എൻ്റെ നീയത്ത് നല്ല നീയത്തായിരിക്കും, അള്ളാഹുവിന് വേണ്ടി മാത്രം. അത് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നീയത്ത് മാറിയിട്ടുണ്ടാവും. കണ്ണടച്ച് തുറക്കാൻ സമയം മതി കൽബിലുള്ള ചിന്ത മാറാൻ, നീയത്ത് മാറാൻ. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഈ റിയാ നമ്മുടെ പ്രവർത്തനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നമുക്ക് കിട്ടാതെ പോകുന്നുള്ളത് മാത്രമാണെങ്കിൽ തന്നെ അത് വലിയ നഷ്ടമാണ്. പക്ഷെ അത് മാത്രമല്ല, നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മളത് കാരണത്താൽ ശിക്ഷിക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം കിട്ടാതെ നമുക്കത് പാഴായിപ്പോയി, അത് തന്നെ വലിയ നഷ്ടമാണ്. ഇത് അതിനു പുറമെ അഡീഷണലായിട്ട് എന്തുകൊണ്ടുണ്ട്? ആ ഒരു പ്രവർത്തനം കാരണത്താൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുകയും ചെയ്യും. അതാണ് വിശ്വാസം പഠിപ്പിച്ചത്. ഔവ്വലു മൻ തുസഅറു ബിഹിമുൻ നാറു സലാസ.
ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക 3 വിഭാഗം ആളുകൾ. ഏതൊക്കെ 3 വിഭാഗം? കുഫറും ഷിർക്കും നിഫാഖും വിദാഅത്തും ഒക്കെ ഉള്ള ആളുകളല്ല. ഏറ്റവും ആദ്യം നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക അതിലൊന്നാമത്തെ വിഭാഗം ആരാ? ദീൻ പഠിച്ചു, ഖുർആൻ പാരായണം ചെയ്തു, ദീൻ പഠിപ്പിച്ചു. അങ്ങനെ ഒരാൾ, അയാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഹാജരാക്കും. അള്ളാഹു അവന് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ അവന് ബോധ്യപ്പെടുത്തും, അവനത് അംഗീകരിക്കും. റബ്ബ് അവനോട് തിരിച്ചു ചോദിക്കുക, ഞാൻ ഈ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് അതിന് പകരമായിക്കൊണ്ട് നീ എനിക്ക് വേണ്ടി എന്താ ചെയ്തത് ചോദിക്കും. അപ്പം ഇയാൾ എന്താ പറയുക? റബ്ബേ, ഞാൻ നിനക്ക് വേണ്ടി നിന്റെ മാർഗത്തിൽ ഖുർആൻ പാരായണം ചെയ്തു, ദീൻ പഠിച്ചു, ദീൻ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ റബ്ബ് അവനോട് തിരിച്ചു പറയാൻ എന്താ പറയും? കഥബത്ത, നീ പറഞ്ഞത് കളവാണ്, നീ പറഞ്ഞത് കളവാണ്. നീ ഖുർആൻ ഓതിയതും ദീൻ പഠിച്ചതും പഠിപ്പിച്ചതും ഒക്കെ ആളുകൾ നീ നല്ല മാഷാ അല്ലാഹ് എന്തൊരു ഖിറാഅത്താണ്, നല്ല കാര്യമാണ് അവൻ എന്ന് പറയപ്പെടാൻ വേണ്ടി മാത്രമാണ്. നീ ദീൻ പഠിച്ചതും ദീൻ പഠിപ്പിച്ചതൊക്കെ അവൻ വലിയ ആലിമാണ്, അല്ലാമയാണ്, ഷെയ്ഖാണ്, ഷെയ്ഖുൽ ഇസ്ലാമാണ് എന്നൊക്കെ ആളുകൾ നിന്നെ പറ്റി കരുതാനും പറയപ്പെടാനും വേണ്ടി മാത്രമാണ്. അതെന്ത് ചെയ്തിട്ടുണ്ട്? പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ ഉദ്ദേശിച്ച ലക്ഷ്യം നിറവേറിയിട്ടുണ്ട്, നിനക്കതേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ എന്താണോ ആ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, അതേ നമുക്ക് കിട്ടുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണ് റിയ എന്നുള്ളത്. എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. എത്ര ഇഖ്ലാസുള്ള ആളാണെങ്കിലും കണ്ണടച്ച് തുറക്കുന്ന സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യും? ആ ഇഖ്ലാസ് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. എൻ്റെ നിയ്യത്ത് ശരിയാണെന്ന് എപ്പോഴും നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടേയിരിക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഞാനും നിങ്ങളൊക്കെ, നമ്മളെല്ലാം ആരും ഇതൊന്നും ഒഴിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശുദ്ധ ഹൃദയരായ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ ഇത് ഭയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഭയപ്പെടാതിരിക്കാൻ സാധിക്കാം. അതേപോലെ തന്നെ ചെറിയ ശിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെടുന്ന മറ്റൊരു കാര്യമാണെന്ത്? തീറത്ത് എന്നുള്ളത്. തീറത്ത് മലയാളത്തിൽ ശകുനം നോക്കുക എന്ന് പറയും. ശകുനം നോക്കുക, പക്ഷെ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് അല്ലേ, ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം കാണുന്നില്ലേ, കണി കണ്ടു, ഇന്നത്തെ കണി മോശമാണ്, അപ്പോൾ ഇന്നത്തെ ദിവസം മൊത്തം മോശമാണ് അല്ലേ. ഒരു വർഷം തുടങ്ങുമ്പോൾ ആദ്യം കണ്ണ് തുറക്കുമ്പോൾ കാണുന്നത് നല്ല കാര്യമാണെങ്കിൽ ആ വർഷം മുഴുവൻ നല്ല വർഷമായിരിക്കും. അത് കാണുന്നത് മോശമാണെങ്കിലോ പിന്നെ ആ വർഷം മുഴുവൻ മോശമായിരിക്കും. ഇങ്ങനത്തെ ശകുനം നോക്കുന്ന ഏർപ്പാട് അറിഞ്ഞോ അറിയാതെയോ മുസ്ലിമീങ്ങൾക്കിടയിൽ പോലും വ്യാപകമാണ്. പല കാര്യങ്ങളെയും പല വിഷയങ്ങളെയും എന്ത് ചെയ്യാറുണ്ട്? അവരിങ്ങനെ നമ്മൾക്ക് വരാനിരിക്കുന്നത് നല്ലതാണ് ചീത്തയാണ് എന്നതുമായി കണക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം പറയാൻ സാധിക്കും. ഒരു ഒറ്റയ്ക്കൊരു മൈനയെ കണ്ടാൽ അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു, അതിൻ്റെ പേരിൽ എന്ത് ലോജിക്കാനുള്ളത് നമ്മൾ ചിന്തിച്ചു. പക്ഷേ അതുപോലത്തെ വളരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഹൈറിനെയും ഷെറിനെയും ബന്ധിപ്പിക്കാം. എന്നുവെച്ചാൽ ഒരാളൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങല്ലേ, കറുത്ത പൂച്ച മുന്നിൽ കൂടെ ഓടിയാൽ, ഒരു വഴിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കറുത്ത പൂച്ച മുന്നിൽ കൂടെ ചാടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ വഴിയിലൂടെ നടന്നു പോയാൽ ആ കാര്യം നടക്കൂല. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ, അതുപോലത്തെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത നമ്മളെ ഒരു കാര്യത്തിൽ നിന്ന് പുറകോട്ടോ മുന്നോട്ടോ ആക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ചെറിയ ശിർക്കിൽപ്പെട്ടതാണ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസം അത് നമ്മളെ ഒരു കാര്യത്തിൽ നിന്ന് പുറകോട്ടോ മുന്നോട്ടോ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ശിർക്കിൽ പെടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ എന്ന് റബ്ബിൻ്റെ മേൽ നമ്മളൊരു കാര്യം നിർബന്ധമാക്കുന്ന പോലെ സംസാരിക്കുക. അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹു ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? റബ്ബ് പഠിപ്പിച്ചെന്ന കാര്യം നമുക്ക് പറയുന്നത് തെറ്റൊന്നുമില്ല. ഈമാനില്ലാത്തൊരു റബ്ബ് നരകത്തിലിടും, ഈമാനുള്ള റബ്ബ് സ്വർഗത്തിലേക്ക് എത്തിക്കും, അതൊന്നും പ്രശ്നമില്ല.
പക്ഷെ റബ്ബ് കൃത്യമായി വിശദമായി സൂക്ഷ്മമായി പഠിപ്പിച്ചു തന്നിട്ടില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് റബ്ബ് ഇങ്ങനെയേ ചെയ്യുള്ളൂ എന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഉറപ്പിച്ചൊരു വിധി പറയാം. റബ്ബിൻ്റെ മേലെന്തോ നമ്മളൊരു കാര്യം നിർബന്ധമാക്കുന്ന പോലെ സംസാരിക്കുക. അത് വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന സംഭവമുണ്ട്. ബനൂ ഇസ്രായേലുകാരിൽപ്പെട്ട രണ്ട് കൂട്ടുകാരൻ. ഈ കൂട്ടുകാരിൽ ഒരാൾ അള്ളാഹുവിനെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന വളരെ നല്ലൊരു വ്യക്തിയാണ്. എന്നാൽ രണ്ടാമത്തെ കൂട്ടുകാരനാണെങ്കിൽ അവൻ ഒരുപാട് ഹറാമുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ. അപ്പം ഈ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ ഇവൻ്റെ കൂട്ടുകാരനെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. നീ അങ്ങനെ ചെയ്യരുത്, നീ അത് അവസാനിപ്പിക്കണം, ഈ ഹറാമുകൾ നീ നിർത്തണം, ഇത് അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യമല്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉപദേശിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കാറുണ്ട്. അങ്ങനെ കുറേ പറഞ്ഞ് അവസാനം ഇവന് മടുപ്പായി. ഈ പറയുന്നവന്, ആബിദിന് അവസാനം അവൻ പറഞ്ഞു പോയെന്ത്? അള്ളാഹുവാണ് സത്യം, നിനക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു തരികയില്ല. അള്ളാഹുവാണ് സത്യം, അള്ളാഹു നിനക്ക് ഒരിക്കലും പുറത്തു തരാനേ പോകുന്നില്ല എന്ന് അദ്ദേഹം പറയണം. ഇയാളുടെ മുഖത്ത് നോക്കി പറയും. അപ്പം അള്ളാഹു സുബ്ഹാനഹു അപ്പം തന്നെ വഹി ഇറക്കണം. ആരാണ് എൻ്റെ മേൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ എന്ന് നിർബന്ധം പറയുന്നത്? ആരാണ്? അതിന് മാത്രം അധികാരം ആർക്കുള്ളത്? അല്ലെ, നമ്മൾ അവൻ്റെ അടിമകൾ, അവൻ നമ്മുടെ ഉടമയാണ്. അങ്ങനെ അധികാരത്തിൽ സംസാരിക്കാൻ മാത്രം അധികാരമുള്ള ആരാണുള്ളത്? റബ്ബ് ചോദിക്കാൻ. എന്നിട്ട് റബ്ബ് എന്താ പറയുന്നറിയോ? ഞാനിതാ ഇവൻ്റെ തെറ്റുകൾ മുഴുവൻ ഇതാ പുറത്തു കൊടുത്തിരിക്കുന്നു, നിന്റെ അമലുകൾ ഞാനിതാ മുഴുവനും പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അല്ലാഹു ഉടനെ തന്നെ വഹി ഇറക്കുക. അവൻ ആ പറഞ്ഞ ഒരൊറ്റൊരു വാക്കുകൊണ്ട് അവൻ്റെ അമലുകൾ അത്രയും കാലത്ത് ഇബാദത്തുകൾ മുഴുവൻ പൊളിഞ്ഞുപോയി. അത്രമാത്രം ഗൗരവമുള്ള വാക്കാണ്, അത്രമാത്രം ഗൗരവമുള്ള വാക്കാണ്. അത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അള്ളാഹു ഒരാൾക്കും പുറത്തു തരികയില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ വെട്ടിത്തരാണ്. അള്ളാഹു എപ്പോഴും എല്ലാവർക്കും പുറത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കണം. ആത്മാർത്ഥമായ തൗബ ചെയ്ത ഒരാൾ റബ്ബിലേക്ക്, റബ്ബ് പഠിപ്പിച്ചെന്താ? റബ്ബിലേക്ക് ഒരു ചാണെടുത്താൽ റബ്ബ് അവനിലേക്ക് മുഴമെടുക്കും, നടന്നെടുത്താൽ ഓടിയെടുക്കുന്ന പഠിപ്പിച്ചു. അങ്ങനെ ഒരു റബ്ബ് പുറത്തു തരില്ല എന്ന് പറയുന്നത് എത്ര വലിയ വെട്ടിത്തരാണ്, എത്ര വലിയ കളവാണത്, എത്ര വലിയ അതിക്രമമാണ്. അതും അള്ളാഹുവിൻ്റെ പേര് സത്യം ചെയ്തിട്ട് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് ഉറപ്പിച്ച് പറയാന്നുള്ളത് അത്രയും വലിയ അപകടമാണ്. അത് കാരണത്താൽ അയാളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വൻപാപമാണ് നമ്മൾ ഒരു തിന്മയുടെ പ്രചാരകനാവുക എന്നുള്ളത്. നമ്മളൊരു തിന്മയുടെ പ്രചാരകനാവുക വലിയ അപകടമാണ്, വലിയ അപകടമാണ്. നമുക്ക് തിന്മകൾ പറ്റിപ്പോകാറുണ്ട്. നമ്മളൊക്കെ മനുഷ്യന്മാരായ നമുക്ക് മാനുഷികമായി പല അബദ്ധങ്ങളും പറ്റാറുണ്ട്, പല തിന്മകളും സംഭവിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, ഒട്ടു തരട്ടെ. പക്ഷേ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മൾ ആ തിന്മയുടെ ബ്രാൻഡ് അംബാസിഡർ ആവുകയാണ്. നമ്മൾ ആ തിന്മയുടെ ബ്രാൻഡ് അംബാസിഡറാണ്, നമ്മൾ അതിൻ്റെ പ്രചാരകനാവുക, അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാവാകുക. അത് വലിയ അപകടമാണ്, വലിയ അപകടം. അത് ഏത് തിന്മയുടെ പ്രചാരകനാകുന്നോ അതിനനുസരിച്ച് അതിൻ്റെ അപകടം കൂടിക്കൊണ്ടേയിരിക്കും. ഒരാളിപ്പോൾ എന്ത് ചെയ്യണം? ഒരു ബിദഅത്തിൻ്റെ നേതാവാകാണെന്ന് വിചാരിക്കുക, അതിൻ്റെ പ്രചാരകനാവാണെന്ന് വിചാരിക്കുക. അയാൾ ഒരു മദ്യപാനത്തിൻ്റെ ബ്രാൻഡ് അംബാസഡറിന് കിട്ടുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയായിരിക്കും അയാൾക്ക് കിട്ടും. മദ്യപാനം ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമാ നടന്മാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് ധാരാളം ഉണ്ടല്ലോ. അവരെക്കാൾ വലിയ ശിക്ഷയാണ് ആർക്ക് കിട്ടുക? ബിദഅത്തിന്റെ പ്രചാരകനായി സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് കിട്ടുക. അതിനേക്കാൾ വലിയ ശിക്ഷയാണ് ആർക്ക് കിട്ടുക? ഷിർക്കിന്റെ പ്രചാരകനായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, കുഫറിന്റെ പ്രചാരകരായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കിട്ടും. നമ്മളൊരു തിന്മയിലേക്ക് ഒരാളെ ക്ഷണിക്കുക എന്ന് പറയുന്നത് ഉണ്ടല്ലോ, വലിയ അപകടമാണ്, വലിയ അപകടം. നമ്മൾ ഒരു തിന്മ നമ്മൾ പറ്റിപ്പോകുന്നത്
റബ്ബ് നമുക്ക് പുറത്തല്ലേ കുല്ലു ഉമ്മത്തി മുആഫ, എൻ്റെ ഉമ്മത്തിൽ എല്ലാവർക്കും റബ്ബ് പുറത്തു കൊടുത്തേക്കാം, ഇല്ലൽ മുജാഹിരീൻ, ആ തിന്മ പരസ്യമായി ചെയ്യുന്ന ആളുകൾക്ക് ഒഴിച്ച്. ആ തിന്മ പരസ്യപ്പെടുത്തി അവൻ ആ തിന്മ പരസ്യമായി ചെയ്യാൻ ഒരു നാണക്കേടും തോന്നുന്നില്ല, ഒരു പ്രയാസവും തോന്നുന്നില്ല. അവനത് പരസ്യമായി തന്നെ തലയുയർത്തി പിടിച്ച് നെഞ്ചും വിരിച്ച് ആ തിന്മ ചെയ്യാം. അവനൊരു ബുദ്ധിമുട്ടും ആ തിന്മ ചെയ്യാൻ ഉണ്ടാവുന്നില്ല. ആളുകൾക്കിടയിൽ അത് പ്രചരിക്കുന്നതും ആളുകൾ അവനെ റോൾ മോഡലാക്കുന്നതും ആ തിന്മയിൽ പിൻപറ്റുന്നതൊന്നും അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസം ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ആ തെറ്റ് പുറത്തു കൊടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യം. മനസ്സിലാൻ വേണ്ടി പറയണം. ഇപ്പോൾ ഒരാളൊരു ഒറ്റയ്ക്കൊരു വീട്ടിൽ കുറച്ച് സിനിമ കാണുന്നതും അവൻ പരസ്യമായി എല്ലാവരും കാണുമെങ്കിൽ ഒരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് രണ്ടാണ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളിലൂടെ തിന്മ സ്പ്രെഡ് ആവുക എന്നുള്ളത് വലിയ അപകടം. എത്രത്തോളം ആളുകളിലേക്ക് അത് സ്പ്രെഡ് ആകുന്നുണ്ടോ, നമ്മളെ കാരണം എത്രത്തോളം ആളുകൾ ആ തിന്മയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ, അത്രത്തോളം നമ്മൾക്കതിൻ്റെ ഗൗരവം കൂടിക്കൊണ്ടേയിരിക്കും, തിന്മ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അത് വലിയ അപകടം പിടിച്ച വിഷയം. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളിലൊക്കെ പല ആളുകൾക്കും ഒരു ശ്രദ്ധയില്ല. അവർ സ്റ്റാറ്റസുകളിലും റീലുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പല ഹറാമായ കാര്യങ്ങളും ഷെയർ ചെയ്യണം, പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യണം. അതിൽ മ്യൂസിക് ഉണ്ടാവും, അന്യ സ്ത്രീകളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. നമ്മളൊരു വ്യക്തി ആ ഒരു ഹറാമ് കാണുന്നത് പോലെയല്ല നമ്മളത് ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം. നമ്മളത് കണ്ടു അറിയാതെ പറ്റിപ്പോയി, നമ്മളിൽ ഖേദം വന്നു, റബ്ബിലേക്ക് ആത്മാർത്ഥ തൗബ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൊറപ്പിക്കപ്പെടും. പക്ഷെ നമ്മളത് ഷെയർ ചെയ്താലോ സ്റ്റാറ്റസ് വെച്ചാലോ അത് എത്ര പേര് കാണും? ആയിരക്കണക്കിന് ആളുകൾ കാണും. ആ ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു തിന്മ കണ്ടതിൻ്റെ, കേട്ടതിൻ്റെ, ആസ്വദിച്ചതിൻ്റെ കുറ്റം മുഴുവൻ നമുക്ക് കിട്ടും. അവർക്കും കിട്ടും, നമുക്കും കിട്ടും. അത് വലിയ അപകടമാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വൻപാപങ്ങളിൽപ്പെട്ടത്. നമ്മൾ ഒരാൾക്കൊരു സഹായം, സ്വതക്കയോ സക്കാത്തോ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തികമായ ഒരു സഹായം ചെയ്തു കൊടുത്തിട്ട് പിന്നെ ആ കൊടുത്ത സഹായം എടുത്തു പറയാന്നുള്ളത്, പ്രത്യേകിച്ച് തമ്മിൽ തെറ്റുമ്പോൾ, ഞാൻ നിനക്ക് അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ട് നീ എന്നോട് ഇങ്ങനെയാണോ പറയുന്നത്, സംസാരിക്കുന്നത്, കൊടുത്തതെടുത്തു പറയാം. കൊടുത്ത അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ സമ്പത്തോ മറ്റ് സഹായങ്ങളോ അതെടുത്തു പറയുക എന്നുള്ളത് ഇതേപോലെ തന്നെ മറ്റൊരു വൻപാപത്തിൽപ്പെട്ടത്. അത് നമ്മുടെ ആ സ്വതക്കയുടെ പ്രതിഫലത്തെ പൂർണ്ണമായും ബാത്തിലാക്കി കളയും. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, ഈമാനുള്ളവരെ നിങ്ങൾ നിങ്ങളുടെ സ്വതക്കയെ എടുത്തു പറഞ്ഞുകൊണ്ട് ബാത്തിലാക്കി കളയരുത്. കൊടുത്ത സ്വതക്ക നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. എന്ന് പല ആളുകളും എടുത്തു പറയുന്നതിന്റെ ഏറ്റവും മാക്സിമം ലെവലാണ്. 10,000 റുപ്യ ആർക്കെങ്കിലും സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 10,000 ആളുകൾ അറിയിച്ചിട്ടുണ്ട്. 10,000 ആളുകളെ അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വൻപാപമാണ്, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വലിയൊരു വിഷയമാണെന്ത്? മൂത്രമൊഴിക്കുന്ന വിഷയം. മലമൂത്ര വിസർജനം, അതല്ലെങ്കിൽ മൂത്രമൊഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്കോ വസ്ത്രത്തിലേക്കോ മൂത്രം ആകാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയം. അതിൽ അലംഭാവം കാണിക്കുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു ഖബറിനടുക്കൽ കൂടെ നടന്നു പോകണം. 2 ഖബറുകളെടുക്കലൂടെ ആ 2 ഖബറിലുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അവർ 2 പേരും ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ശിക്ഷിക്കപ്പെടുന്നതിന് ഒരു കാരണം എന്താണെന്നറിയോ? അവർ മൂത്രമൊഴിക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് അവരുടെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും പറ്റാതെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് വളരെ നമുക്കറിയാം, നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ നജസായി കഴിഞ്ഞാൽ, മൂത്രമായി കഴിഞ്ഞാൽ നമ്മുടെ നിസ്കാരം ശരിയാവുകയില്ല.
അവിടെ നിസ്കാരം ശരിയാവുകയില്ല. അതേപോലെ തന്നെ വളരെ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള മറ്റൊരു വലിയ വിഭാഗമാണെന്ത്? ഹറാമായ സമ്പാദ്യം, ഹറാമായ ഇൻകം. ആളുകൾക്ക് ഇന്ന് ഇൻകമിൽ ഹറാമോ ഹലാലോ ഒന്നും ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഏറ്റവും പെട്ടെന്ന് കൂടുതൽ ഇൻകം എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ആളുകൾ ചിന്തിക്കുന്നത്. അതിന് എന്ത് വഴിയാണെങ്കിലും ഏത് രൂപമാണെങ്കിലും ആളുകൾ അതൊന്നും പരിഗണിക്കുന്ന പോലുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് മുഴുവനും ഹറാമാകേണ്ട വിഷയമല്ല ഞാൻ പറഞ്ഞു. ഹറാമ് കലരുന്ന വിഷയം, ഹറാമ് കലരുന്ന വിഷയം പോലും വലിയ അപകടമാണ്. ഇപ്പോൾ ഒരു വലിയൊരു ഷോപ്പ് എന്ന് വിചാരിക്കാം, ഒരു സൂപ്പർ മാർക്കറ്റ്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സിഗരറ്റോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അവിടെ ആ ഷോപ്പിലുള്ള എല്ലാ സാധനങ്ങളും ഹറാമാണോ? അല്ല. പക്ഷെ ഇവൻ്റെ സമ്പാദ്യത്തിൽ ഹറാമ് കലരാണ്. അതുപോലും അപകടമാണ്, അതുപോലും അപകടമാണ്. പക്ഷെ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. സ്വഹാബിമാരുടെ ഭാര്യമാർ പറയാറുണ്ട്, അവർ ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവർ പറയാറുള്ളതായി സലഫുകൾ ഉദ്ധരിക്കാറുണ്ട്. എന്താ അവർ പറയാറ്? ഭാര്യമാർ, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കും, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ സാധിക്കും, പക്ഷെ നരകത്തിലെത്തി ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഹറാമായ ഒരു സമ്പത്ത്, ചെറിയൊരു ദീനാർ പോലും ഈ വീട്ടിലേക്ക് നിങ്ങൾ സമ്പാദിച്ച് കൊണ്ടുവരേണ്ടതില്ല. നിങ്ങൾക്ക് ഹലാലായിട്ടൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളതിൽ തൃപ്തിപ്പെട്ടോളാം, ഞങ്ങളതിൽ തൃപ്തിപ്പെട്ടോളാം എന്ന് സഹാബിമാരുടെ മുൻഗാമികളുടെ ഭാര്യമാർ അവർ ജോലിക്കിറങ്ങി പോകുമ്പോൾ പറയാറുണ്ട്. അത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒക്കെ പോട്ടെ, നമ്മുടെ ദുആ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിത്തീരും. നമ്മൾ ആലോചിച്ച് നോക്കി, റബ്ബ് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പിന്നെ എന്തിനാ പറ്റുക? നമ്മൾ പിന്നെ എന്തിനാ കൊള്ളാം? നമുക്ക് എല്ലാത്തിനും ആശ്രയിക്കാനും എന്തും പറയാനും എന്തും ചോദിക്കാനും ആകുള്ള നമ്മുടെ റബ്ബാണ്. നമ്മുടെ പ്രാർത്ഥന റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ആ ഒരു അവസ്ഥയാണ് ആർക്ക് കൈവരിക? വിശ്വാസം പഠിപ്പിച്ചിരുന്നു ഒരു യാത്രക്കാരൻ. അവൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ട്, അവൻ്റെ മുഖം ശരീരഭാഗങ്ങളൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്, മുടി ജട പിടിച്ചിട്ടുണ്ട്. അവൻ യാത്രയിൽ അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ട് യാ റബ്ബ് യാ റബ്ബ് എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നിമിഷം പറയുന്നത് അവൻ്റെ ഹറാം, അവൻ്റെ ഭക്ഷണത്തിൽ എന്ത് കലർന്നിട്ടുണ്ട്? ഹറാം കലർന്നിട്ടുണ്ട്. മൽബസുഹു ഹറാം, അവൻ്റെ വസ്ത്രത്തിൽ ഹറാം കലർന്നിട്ടുണ്ട്. വഉദിയ ബിൽ ഹറാം, അവൻ ശരീരം പോഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹറാം കൊണ്ടാണ്. ഫഅന്നാ യുസ്തജാബു ലഹ്, അവൻ എങ്ങനെയാണ് ഉത്തരം നൽകപ്പെടാൻ? ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കണം. അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാണ്? അവൻ എങ്ങനെ ഉത്തരം നൽകപ്പെടാനാണ് എന്ന് വിശ്വാസം ചോദിക്കുക. അപ്പൊ നമ്മുടെ സമ്പാദ്യത്തിൽ ഇൻകമിൽ ഹറാമ് കലരുക എന്നുള്ളത് വലിയ അപകടം പിടിച്ച വിഷയങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, കച്ചവടം ചെയ്യുന്ന ആളുകളാണ് ഭൂരിഭാഗം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒക്കെ ചെയ്യാറ്, അദ്ദേഹത്തിൻ്റെ മാർക്കറ്റിൽ ഒരാൾ കച്ചവടത്തിന് വന്നു കഴിഞ്ഞാൽ കച്ചവടത്തിൻ്റെ വിധിവിലക്കുകൾ പഠിക്കാതെ അവർ കച്ചവടം ചെയ്യാൻ അനുവദിക്കാറില്ല. ലൈസൻസ് കൊടുക്കുക എന്ന് പറയും. കച്ചവടത്തിലുള്ള ലൈസൻസ് കിട്ടും. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലഘട്ടത്തിൽ കിട്ടണമെങ്കിൽ കച്ചവടത്തിലെ ഹറാമു ഹലാൽ എന്താണെന്ന് പഠിക്കാതെ കിട്ടൂല. അത് പഠിക്കുക തന്നെ വേണം. ഹറാമായ ഒരുപാട് കച്ചവടങ്ങളുണ്ട്, പലർക്കും അതറിയില്ല. അതിന് ഗൗരവം എത്രത്തോളം വലുതാണെന്ന്. നേരത്തെ സിഗരറ്റിൻ്റെ വിഷയം പറഞ്ഞു, അതൊരു ഹറാമായ കച്ചവടമാണ്, വ്യാപകമാണ്. ചെറിയൊരു പെട്ടിക്കട ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഇതുണ്ടാവും. അതേപോലെ തന്നെ പാത്രക്കടകളിൽ, എല്ലാ പാത്രക്കടകളിലും മുസ്ലിമീങ്ങളുടെ ആണെങ്കിൽ പോലും അവിടെ എന്തുണ്ടാവും? നിലവിളക്കുണ്ടാവും. അതൊക്കെ ഹറാമായ കച്ചവടങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ ധാരാളം പല ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല കാര്യങ്ങളുണ്ട്. അത് പഠിച്ചിട്ടല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഇറങ്ങാൻ പാടില്ല. ഇന്നിപ്പോൾ
ധാരാളം വ്യാപകമായിട്ടുള്ള പല കാര്യങ്ങൾ, ക്രിപ്റ്റോ കറൻസി, ബിറ്റ് കോയിൻ, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ ഹറാമായ കച്ചവടങ്ങളാണ് അല്ലേ? ലോട്ടറി വിൽക്കുന്ന ആളുകൾ, പലതരത്തിൽ വ്യാപകമായി നമ്മുടെ നാട്ടിൽ ഹറാമായ കച്ചവടങ്ങൾ ധാരാളമുണ്ട്. അതൊക്കെ കൃത്യമായി പഠിച്ച് അതിൻ്റെ വിധിവിലക്കുകളൊക്കെ മനസ്സിലാക്കിയ ഒരാളല്ലാതെ കച്ചവടത്തിലേക്ക് ഇറങ്ങരുത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വൻപാപമാണെന്ത്? മറ്റൊരാളുടെ ഭൂമി അന്യായമായി എന്ത് ചെയ്യാം, നമ്മൾ തട്ടിയെടുക്കുക അല്ലെങ്കിൽ കവർന്നെടുക്കുക എന്നുള്ളത്. ഏതുപോലെ ഇപ്പോൾ രണ്ട് വീടുകൾക്കിടയിൽ എന്തുണ്ട്, രണ്ടാളുകളുടെ സ്ഥലങ്ങൾക്കിടയിൽ ഒരു അതിർത്തി ഉണ്ടെന്ന് വിചാരിക്കാം. ഈ അതിർത്തിയുടെ കല്ല് കുറച്ചൊന്ന് അങ്ങോട്ട് നീക്കിയാൽ ആരും അറിയാൻ പോകുന്നൊന്നുമില്ല. ഒരു ചാണ് കുറച്ചങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആരും അറിയൂല. അങ്ങനെ ഒരു ചാൺ ഒരാൾ മറ്റൊരാളുടെ ഭൂമിയിൽ നിന്നും അതിക്രമമായി കവർന്നെടുത്താൽ 7 ഭൂമികളിൽ നിന്ന് അള്ളാഹുവിന് എന്ത് ചെയ്യും? ഖിയാമത്ത് നാളിൽ കഴുത്തിൽ കെട്ടിത്തൂക്കുന്ന ഒരു ചാൺ ഭൂമിയുടെ താഴേക്കുള്ള 7 ഭൂമികൾ അവൻ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ ഖിയാമത്ത് നാളിൽ അവൻ്റെ കഴുത്തിൽ കെട്ടിത്തൂക്കും എന്നതിന് വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ട് വലിയ അപകടമാണ്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള ഒരു വൻപാപമാണെന്ത്? സ്ത്രീകൾ എന്ത് ചെയ്യാം? ഭർത്താക്കന്മാരുടെ അവകാശം, പ്രത്യേകിച്ച് അവരുടെ ലൈംഗികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അവകാശം അത് കൊടുക്കാൻ തയ്യാറാവാതിരിക്കുക. ഭർത്താവ് കിടപ്പറയിലേക്ക് ക്ഷണിച്ചാലും അതിന് ഉത്തരം നൽകാതെ വിസമ്മതിക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വളരെ ഗൗരവമുള്ള വിഷയം. ഹദീസുകൾ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നത്, അങ്ങനെ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ക്ഷണിക്കുകയും അങ്ങനെ ആ ഭാര്യ വിസമ്മതിക്കുകയും അങ്ങനെ ആ ഭർത്താവ് ഈ ഭാര്യയെ സംബന്ധിച്ച് ദേഷ്യത്തോടെ രാത്രി കഴിച്ചുകൂട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഭർത്താവ് അവളെ തൃപ്തിപ്പെടുന്നത് വരേക്കും മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മലക്കുകൾ ഈ ഭർത്താവ് അവളെ തൃപ്തിപ്പെടുന്നത് വരേക്കും മലക്കുകൾ അവളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഈ ഭർത്താവ് അവളെ തൃപ്തിപ്പെടുന്നത് വരേക്കും ഇവളുടെ ഒരു ഇബാദത്തും ഇവളുടെ കഴുത്ത് വിട്ട് മുകളിലേക്ക് കയറിപ്പോവില്ല. റബ്ബ് സ്വീകരിക്കൂല ഇവളുടെ ഒരു ഇബാദത്തും. ഇവളുടെ ഒരു ഇബാദത്തും റബ്ബ് സുബ്ഹാനഹു സ്വീകരിക്കുകയില്ല. ആലോചിച്ച് നോക്കി. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് പല കാര്യങ്ങൾ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ ഭർത്താവിനോട് എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ നിന്റെ ഭർത്താവിനോട് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. കാരണം നിന്റെ ഭർത്താവാണ് നിന്റെ സ്വർഗവും നരകവും. നിന്റെ ഭർത്താവാണ് നിന്റെ സ്വർഗവും നരകവും എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ വളരെയധികം വ്യാപകമായി പ്രചരിച്ച സ്പ്രെഡായിട്ടുള്ള മറ്റൊരു വൻപാപമാണെന്ത്? സ്ത്രീകൾ അവരുടെ സൗന്ദര്യം വെളിവാക്കുന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആളുകൾ എന്നെ അട്രാക്ട് ചെയ്യണം എന്ന മെന്റാലിറ്റിയോടു കൂടി തന്നെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസിനും എടുത്ത് എല്ലാ മേക്കപ്പും മറ്റെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അതിനു വേണ്ടി തന്നെ ആ രൂപത്തിൽ അണിഞ്ഞൊരുങ്ങി സുഗന്ധമൊക്കെ പൂശി വളരെ ഷെയ്പ്പും എല്ലാം പ്രകടമാവുന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അങ്ങനെ ഒരു സ്ത്രീയെ നിങ്ങൾ കണ്ടാൽ ഇൽഅനുഹുന്ന, നിങ്ങൾ അത്തരം സ്ത്രീകളെ ശപിക്കണം, നമ്മളോട് കൽപ്പിക്കണം. നമ്മൾ അങ്ങനെയുള്ള സ്ത്രീകളെ കണ്ട് നമ്മൾ അവരുടെ സൗന്ദര്യം അതിമറന്ന് നോക്കി നിന്ന് അങ്ങനെ പോകാനല്ല നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടാൽ നമ്മൾ അവരെ ശപിക്കണം, നമുക്ക് അവരുടെ ദേഷ്യം വെറുപ്പുണ്ടാവും. ഫൈന്നഹുന്ന മൽഊനാത്ത്, കാരണം അവർ തീർച്ചയായും ശപിക്കപ്പെട്ട സ്ത്രീകളാണ്. അവർ ശപിക്കപ്പെട്ട സ്ത്രീകൾ. അതുകൊണ്ട് നിങ്ങൾ അവരെ കണ്ടാൽ നിങ്ങൾ അവരെ ശപിക്കണം. നാവ് കൊണ്ട് പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും ശപിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പന. അത്രയും മോശപ്പെട്ട
വൃത്തികെട്ടൊരു കാര്യമാണെന്ത്? സ്ത്രീകൾ അവരുടെ സൗന്ദര്യം വെളിവാക്കുന്ന രൂപത്തിൽ പുറത്തേക്ക് എത്രത്തോളം അറിയൂ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഒരു സ്ത്രീ സുഗന്ധം പൂശിക്കൊണ്ട് പെർഫ്യൂം ആക്കിക്കൊണ്ട് ആ പെർഫ്യൂമിൻ്റെ മണം മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾ വ്യഭിചാരിണിയാണ് പഠിപ്പിച്ചത്. അവൾ വ്യഭിചാരിണിയാണ്. ഇത്ര ഗൗരവമുള്ള വാക്കാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അല്ലേ, പുരുഷന്മാർക്കിടയിൽ വ്യാപകമായിട്ടുള്ള മറ്റൊരു വൻപാപമാണ് നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുക. ആർക്കും അതൊരു ഗൗരവമുള്ള വിഷയം, എല്ലാവരും സില്ലി മാറ്ററാണ്. അതിൻ്റെ വിധിവിലക്ക് അറിയുന്ന ആളുകൾക്ക് പോലും എന്താ പ്രശ്നം അല്ലെ? ചില ആളുകൾ പറയാം, എനിക്ക് അഹങ്കാരമൊന്നുമില്ല, അഹങ്കാരമില്ല, എൻ്റെ മനസ്സ് ശുദ്ധമാണ്, എൻ്റെ മനസ്സ് ക്ലിയറാണ്, എൻ്റെ മനസ്സിൽ അങ്ങനത്തെ തെറ്റായ ഉദ്ദേശങ്ങളോ ചിന്തകളൊന്നുമില്ല, ഞാൻ അഹങ്കാരത്തോടെ ധരിക്കുന്ന ആളൊന്നുമല്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒറ്റൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കുന്നത് ഒരു മജൂസിയുടെ കുത്ത് കൊണ്ടിട്ടാണ്. പുറകിൽ നിന്ന് വയറിൽ കുത്തുകയും വയറ് പിളർന്നു പോവുകയും കുടൽമാല പുറത്തേക്ക് ചാടുമാറാവുകയും അങ്ങനെ ആ അവസ്ഥയിൽ കുറേ നേരം കിടന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ചരിത്രം കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം മരിക്കാനായി കിടന്ന് ഇങ്ങനെ ബോധം മറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയും പ്രയാസത്തിലാണ്, അങ്ങേയറ്റം വേദനയിലാണ്. ആ ഒരു പ്രധാനപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട പല വസീയത്തുകളും മക്കൾക്കും അടുത്ത സഹാബികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കെ ഖലീഫ മരിക്കാൻ പോവാണ്. പല ആളുകളും കാണാൻ വരികയാണ് അദ്ദേഹത്തെ. അങ്ങനെ കാണാൻ വന്ന കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോയിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം ശക്തമായിട്ട് ആക്ഷേപിക്കുകയാണ്, നീ നിന്റെ വസ്ത്രം നിര്യാണിക്ക് മുകളിൽ ഉയർത്തും, നീ നിന്റെ വസ്ത്രം. നബിസ്വല്ലല്ലാഹു ഒരിക്കൽ എന്താ പറഞ്ഞു, ഒരു വ്യക്തി കടന്നു വന്നപ്പോൾ എന്താ നിന്റെ പേര് ചോദിച്ചാൽ ആദ്യം അബ്ദുള്ള എന്ന് പറഞ്ഞു. നീ അള്ളാഹുവിന്റെ അടിമയാണെങ്കിൽ വസ്ത്രം മുകളിലേക്ക് ഉയർത്തണം. ചില്ലറ വിഷയമില്ല, വളരെ ഗൗരവമുള്ള. നിങ്ങൾ ഒറ്റൊരു ഹദീസ് ഞാൻ ഉത്തരം പറയാം. ആ ഹദീസ് കേട്ടിട്ടുള്ള ഒരാളും പിന്നെ എന്ത് ചെയ്യില്ല, അവൻ്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ ഉയർത്തില്ല. എന്ത് ന്യായം പറഞ്ഞിട്ടാണ്? എന്താണ് ഹദീസ്? പറഞ്ഞ സലാസ്, 3 വിഭാഗം ആളുകൾ. ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. 3 വിഭാഗം ആളുകൾ. ലാ യുകല്ലിമുഹുമുല്ലാഹ്, അള്ളാഹു ഖിയാമത്ത് നാളിൽ അവരോട് സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് നോക്കുകയില്ല. വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയില്ല അവരുടെ തെറ്റുകളിൽ നിന്ന്. ഇത്രയും പറഞ്ഞപ്പോൾ സ്വഹാബത്ത് പറയാണ്, ഖാബു വ ഖസിറു യാ റസൂലല്ലാഹ്, അവർ നശിക്കുകയും തൊലഞ്ഞു പോവുകയും ചെയ്തല്ലോ റസൂൽ. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നമുക്ക് അന്ന് ഏറ്റവും വലിയ ആശ്വാസം. ഖിയാമത്ത് നാൾ റബ്ബ് നമ്മളിലേക്ക് നോക്കൂല, നമ്മളോട് സംസാരിക്കൂല, നമ്മുടെ തെറ്റുകൾ പുറത്തു വരില്ലെങ്കിൽ പിന്നെ അന്ന് നമ്മൾ തൊലഞ്ഞു പോയി. നമുക്ക് വേറൊന്നും ആശ്രയിക്കാൻ വേറൊന്നും ആരുമില്ല. ഖാബു വ ഖസിറു യാ റസൂലല്ലാഹ്, അവർ തൊലഞ്ഞു പോവുകയും നശിച്ചു പോവുകയും ചെയ്തല്ലോ റസൂലെ എന്ന് സ്വഹാബികൾ പറഞ്ഞു. ആരാണ് റസൂൽ അവർ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ആളുകളെ പറയും. അതിലൊന്ന് ആരാന്നറിയോ? അൽ മുസ്ബിലു ഇസാറഹു, തൻ്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തിയാണ്. തൻ്റെ വസ്ത്രം നിര്യാണിക്ക് താഴെ താഴ്ത്തിയിട്ട പുരുഷൻ. ഇത്ര ഗൗരവമുള്ള വാക്കാണ്, ഇത്ര ഗൗരവമുള്ള തിന്മയാണ്. ഇന്ന് ആളുകൾക്ക് അതൊരു വളരെ നിസ്സാരമായൊരു കാര്യം മാത്രം. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ടുള്ള, മുസ്ലിമീങ്ങൾക്കിടയിൽ കുറവാണ് എന്നാൽ പോലും, ചെറിയൊരു നിസ്സാര വിഷയങ്ങൾക്ക് പോലും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യുന്നത് വ്യാപകമായി. ആത്മഹത്യയും ഇതേപോലെ തന്നെ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിരുന്ന വൻപാപങ്ങളിൽപ്പെട്ടൊരു വൻപാപമാണ്. പലരും ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവനെ ഞാൻ ഒരാളെയും പ്രയാസപ്പെടുത്തുന്നില്ല, മറ്റൊരാളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, എൻ്റെ സ്വയം ജീവൻ ആർക്കും ഞാനൊരു പ്രയാസം ഉണ്ടാക്കുന്നില്ല, ഞാനായിട്ട് എന്ത് ചെയ്യണം, എൻ്റെ ജീവൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ആരാ പറഞ്ഞത് നിന്റെ ജീവനാണ്? ആരാ പറഞ്ഞത്? നീ ഉദ്ദേശിച്ചാണോ നിന്റെ ഈ ജീവൻ നിനക്ക് ഇട്ട് തന്നത്? നീയാണ് ഇട്ടുകൊടുത്ത ജീവൻ അല്ലല്ലോ. നീ ഈ വാപ്പാൻ്റെയും ഈ ഉമ്മാൻ്റെയും മകനായി ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ജനിക്കണം നീയാണ് തീരുമാനിച്ചതല്ല. ഇത് ഈ ജീവിതം നിനക്ക് നൽകിയത് അള്ളാഹുവാണ്. അള്ളാഹുവാണ് ജീവൻ നിനക്ക് നൽകിയത് എങ്കിൽ
അവനല്ലാതെ ഇത് എടുത്തു കളയാനുള്ള അധികാരം വേറെ ആർക്കുമില്ല. ഈ ജീവിതം എടുത്തു കളയാനുള്ള അധികാരം മറ്റാർക്കുമില്ല. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഒരാൾ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അവൻ നരകത്തിൽ ഇതേപോലെ ചാടിക്കൊണ്ടേയിരിക്കും. ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടും, മരിക്കും, വീണ്ടും ഉയരത്തിലേക്ക് എത്തും, വീണ്ടും ചാടും, ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും ഖിയാമത്ത് നാളിൽ നരകത്തിൽ. അതേപോലെ തന്നെ കൈ മുറിച്ച് നരമ്പ് മുറിച്ചിട്ടോ പലതരത്തിൽ ആളുകൾ ചെയ്യാറുണ്ട്, പല രൂപത്തിൽ വിഷം കുടിച്ചിട്ടോ. അങ്ങനെ ഏത് രൂപത്തിലാണോ ആത്മഹത്യ ചെയ്യുന്നത് അതേ കാര്യം തന്നെ എന്ത് ചെയ്യും, നരകത്തിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ തൗഹീദ് ഈമാനുള്ളവനാണെങ്കിൽ അവൻ്റെ ശിക്ഷയുടെ കാലാവധി കഴിയുന്നത് വരേക്കും നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും, അവസാനിക്കുകയില്ല. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ത്, വ്യഭിചാരവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം പ്രചരിപ്പിക്കുകയാണ്. അന്ന് വളരെയധികം വ്യാപകമാണ് സോഷ്യൽ മീഡിയകളിലൊക്കെ. സുബ്ഹാനല്ലാഹ്, ആളുകൾ പലർക്കും അതിന് ഗൗരവം അറിയില്ല. പലരും കേട്ട പാതി കേൾക്കാത്ത പാതി, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മെസ്സേജ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. എന്താണ് അതിലുള്ളത്, അത് ശരിയാണോ, ഫാക്റ്റാണോ, അത് ചെക്ക് ചെയ്യാനോ പരിശോധിക്കാനോ ആരും ശ്രമിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാൾ കഫാ ബിൽ മർഇ കദിബൻ, ഒരാൾക്ക് കളവായിട്ട് എന്ത് മാത്രം മതി, അവൻ കേട്ടതെല്ലാം പറയുക എന്നുള്ളത് മാത്രം മതി, അവൻ കള്ളനായിട്ട്. നമുക്ക് ഇങ്ങോട്ട് കേൾക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാവരോടും പറയുകയാണെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മൾ എന്തായിത്തീരും, കള്ളനായിത്തീരും, കളവ് പറയുന്നവനായിത്തീരും. പ്രത്യേകിച്ച് ഇന്നത്തെ മീഡിയകൾ, സുബ്ഹാനല്ലാഹ്, ചാനലുകളായിക്കോട്ടെ പത്രമാധ്യമങ്ങളായിക്കോട്ടെ, വളരെ മോശപ്പെട്ട നിലവാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കും, ടെക്നോളജിയോ അതിൻ്റെ ഭംഗിയും എടുപ്പും എന്നല്ല പറയുന്നത്, അതിൻ്റെ കണ്ടന്റ് വളരെ മോശം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ പ്രചരിപ്പിക്കുന്ന ആളുകളാകരുത് നാം. പ്രത്യേകിച്ച് വ്യഭിചാരവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ഗൗരവമാണ്, വളരെ ഗൗരവമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിൽ പിന്നെയും ഗൗരവം കൂടും. മുഅ്മിനത്തുകളായ സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിൽ അതിന് ഗൗരവം പിന്നെയും വർദ്ധിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഈ എന്താ പറയുക, മറ്റൊരു വ്യാപകമായിട്ടുള്ള തിന്മയാണ്, പറയാതെ വയ്യ, വ്യഭിചാരം. ഇന്ന് പല രൂപത്തിലാണ് വ്യഭിചാരം എന്നുള്ളത്, എന്താ പറയുക, സർവ്വസാധാരണമായി മാറിയിട്ടുള്ളൊരവസ്ഥയാണ്. വിവാഹത്തിന് മുമ്പ് ഒരു റിലേഷൻ, മോശപ്പെട്ട റിലേഷൻ ഒരാൾക്ക് ഇല്ല എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാത്തൊരു കാലഘട്ടം. ആളുകൾ വിശ്വസിക്കൂല, തമാശ പറയുന്നല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് സമൂഹം. വിവാഹത്തിന് ശേഷം ഇല്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കാത്ത നാടുകളുണ്ട്. അത്രയും വൃത്തികെട്ടൊരവസ്ഥയിലേക്ക് വ്യഭിചാരത്തിൻ്റെ അവസ്ഥ. നമുക്ക് നമ്മുടെ മാർക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഈ കോണ്ടം, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അബോർഷനും മറ്റുള്ള സംവിധാനം, ഇതൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ആളുകളുടെ അവസ്ഥ ഇതുപോലെ ആകുമായിരുന്നില്ല. വളരെ വൃത്തികെട്ട മോശപ്പെട്ടൊരവസ്ഥയിലേക്ക് ആകുമായിരുന്നു. നമ്മളറിയാത്ത ഒരുപാട് വൃത്തികെട്ട കാര്യങ്ങൾ നമുക്കിടയിൽ തന്നെ നടക്കുന്നുണ്ട്. അതിനേക്കാൾ വൃത്തികെട്ട കാര്യമാണെന്ത്, ഇത് ആണും പെണ്ണും തമ്മിലാണെന്ന് പറയാം. ആണും അല്ലെങ്കിൽ പെണ്ണും തമ്മിൽ. ലൂത്ത് അലൈഹിസ്സലാമയുടെ സമൂഹത്തിൽ നടന്ന സ്വവർഗരതി, അതും വ്യാപകമാണ്. അതും ഇന്ന് വളരെയധികം വ്യാപകമാണ്. അതിൻ്റെ എല്ലാം ഗൗരവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഈ വ്യഭിചാരം എന്നൊക്കെ പറയുന്നത് അത്രയും ഗൗരവപ്പെട്ട തിന്മയാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാലേ നമ്മൾ ചതുപ്പ് നിരന്ന് പറയാറുണ്ട്. ചതുപ്പിൽ കാല് വെച്ചാൽ പിന്നെ പെട്ടു, അതിന് രക്ഷപ്പെട്ടു വരിക എന്നുള്ള പ്രയാസമാണ്. ഇതേപോലെയാണ് വ്യഭിചാരം. അതുകൊണ്ട് അള്ള എന്താ പറഞ്ഞത്,
നിങ്ങൾ വ്യഭിചരിക്കരുതെന്നാണ് അള്ളാഹ് പറഞ്ഞത്. അല്ല, വലാ തഖറബുസിന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുന്നവർ. കാരണം അടുത്താൽ കുടുങ്ങിപ്പോവും. ഇന്നത്തെ കാലത്ത് എന്താണ് പ്രേമം, പ്രണയം, അല്ലെങ്കിൽ എന്താണ് ലവ് അഫെയർ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ, പല രൂപത്തിൽ, പല കാര്യങ്ങളിൽ ആളുകൾ പെട്ടുപോകുന്നത്. അതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയായിരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. തുടക്കം ഒരു നോട്ടമായിരിക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ചാറ്റായിരിക്കും. ആ തുടക്കം അവസാനിപ്പിക്കുക, ഹറാമായ നോട്ടങ്ങൾ ഒഴിവാക്കുക, യാദൃശികമായി കണ്ടുപോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കണ്ണ് താഴ്ത്തുക. അന്യ സ്ത്രീകൾ, മഹറമല്ലാത്ത സ്ത്രീകളുമായിട്ട് ചാറ്റ് ചെയ്യാതിരിക്കുക. അത്രയും അത്യാവശ്യമാണെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട സ്ത്രീകൾ, സഹോദരിമാരോ ഉമ്മമാരോ അവരുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ തുടക്കത്തിൽ തന്നെ അല്ലേ നുളയിലെ മുള്ളുക എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അങ്ങനെ പറ്റുള്ളൂ. വലിയൊരു മരമായി കഴിഞ്ഞാൽ കൈകൊണ്ട് പറിക്കാൻ കഴിയുമോ? അതേപോലെ തന്നെ വിചാരം തുടക്കത്തിൽ നമ്മളതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മളതിൽ പെട്ടുപോകും. വലിയ ഗൗരവമുള്ള വിഷയം. എത്രത്തോളം നമ്മൾ അതിനെ തൊട്ട് ഞാനൊന്നും പെടൂല, ഞാനൊക്കെ നല്ല ആളാണ് എന്ന് എത്രത്തോളം നമ്മളെ സംബന്ധിച്ചൊരു സേഫ് ആയിട്ടുള്ളൊരു മെന്റാലിറ്റി വരുന്നു, അത്രത്തോളം നമ്മളതിൽ വീഴാനുള്ള ചാൻസ് കൂടുതൽ. എത്രത്തോളം നമ്മളെ പറ്റിയൊരു സേഫ് മെന്റാലിറ്റി, ഞാനൊന്നും അതിൽ പെടൂല, ഞാനൊക്കെ വളരെ നല്ല ആളാണ് എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നു, അത്രത്തോളം നമ്മൾ പെട്ടുപോകും. അത്രത്തോളം നമ്മളതിൽ പെട്ടുപോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ ഉള്ള വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ കുറച്ച് ചെറിയ 1-2 വിഷയങ്ങൾ കൂടെ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്യാം, സാദൃശ്യപ്പെടുന്ന രൂപത്തിൽ, അത് സംസാരത്തിൻ്റെ രീതികളുണ്ടാവാം, ആക്ഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ വസ്ത്രധാരണം ഉണ്ടാവാം, ആഭരണങ്ങൾ ഉണ്ടാകാം. സ്ത്രീകളുടെ മാത്രമായിട്ട് അറിയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പുരുഷന്മാരുടെ മാത്രമായിട്ട് അറിയപ്പെട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. അല്ലെ, ഇന്നത്തെ കാലത്ത് എന്താ പറയുക, LGBTQ എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരിൽ മിക്ക ആളുകൾക്കും ഈ ഒരു പ്രശ്നം അത് കടന്നു വരാനുള്ള ഏറ്റവും വലിയ കാരണം ഈ ഒരു കാരണം, ഏറ്റവും വലിയ അതിനുള്ള സാഹചര്യം വഴിയൊരുക്കുന്നത് ഈ ഒരു കാരണം. സ്ത്രീകളുടേതുപോലെ അണിഞ്ഞൊരുങ്ങുക, അവരുടേതുപോലത്തെ വസ്ത്രങ്ങൾ ധരിക്കുക, എന്നിട്ട് അവരുടേതുപോലത്തെ രൂപത്തിൽ സംസാരിക്കുക, അവരുടെ അതേപോലത്തെ ആക്ഷൻസ് ചെയ്യുക. അവസാനം അവനെ തോന്നിപ്പോവും ഞാൻ ഒരു പെണ്ണാണോ, അവൻ തന്നെ ആലോചിച്ചു പോകും. എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഷെയ്ത്താൻ അതിന് ഉള്ളിൽ നിന്ന് വസ്വാസം കൊടുത്ത് പ്രോത്സാഹനം നൽകി കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തായി, പിന്നെ അവൻ തീരുമാനിക്കണം ഞാൻ പെണ്ണാണ്. അതേപോലെ തന്നെയുള്ള ആണായി മാറുന്ന ആളുകളുണ്ട്. അതേപോലെ ആണായി ഞാൻ സ്വയം ആണാണെന്ന് തീരുമാനിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അത് വളരെ അപകടം പിടിച്ച വിഷയമാണ്. അതേപോലെ തന്നെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള മറ്റൊരു തിന്മയാണെന്ത്, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത്. അവർക്ക് വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ അവരോട് ഇടപഴകുക, പെരുമാറുക എന്നുള്ളത്. അത് എന്താ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചെന്നത് അൻ തലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തെ പ്രസവിക്കുന്ന, അടിമ സ്ത്രീ യജമാനത്തെ അതിന് ഒരുപാട് അർത്ഥങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊരു അർത്ഥം എന്താണെന്നറിയോ, ഒരു യജമാനത്തി അടിമയോട് എങ്ങനെ പെരുമാറുമോ അതേപോലെ എന്ത് ചെയ്യാൻ തുടങ്ങും, മക്കൾ മാതാപിതാക്കളോട് പെരുമാറാൻ തുടങ്ങും എന്ന രൂപത്തിൽ വിശദീകരിച്ച പണ്ഡിതന്മാർ. അത് ഖിയാമത്ത് നാളിലെ അടയാളമായിട്ട് എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലെ, ഇന്ന് വൃദ്ധസദനങ്ങളില്ലാത്ത നാടുകളില്ല. മാതാപിതാക്കളെ നീ നോക്ക് അല്ലെങ്കിൽ ഞാൻ നോക്ക് എന്നുള്ള രൂപത്തിൽ തർക്കമാണ്. എനിക്ക് നോക്കാൻ വയ്യ, ഞാൻ അത്ര ദിവസം നോക്കിയില്ലേ എന്ന് മറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടിക്കളിച്ച് കുറേ ആവുമ്പോൾ അവർക്ക് മടുപ്പോ എല്ലാവർക്കും മതിയാകുമ്പോൾ അവരെന്ത് ചെയ്യും, അവസാനം ഒരു ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവച്ചെന്ന് ആക്കിയിട്ട് മാസം ചിലവിനുള്ള പൈസയും കൊടുത്ത് അവരവിടെ കൊണ്ടുവന്നാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെത്രയും ഗൗരവത്തിൽ പറഞ്ഞെന്ന് വെച്ചാൽ, ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, ഒരു മിമ്പറിന്മേലേക്ക് കയറാം.
മിമ്പറിലേക്ക് കയറി. നമുക്കറിയാം വിശ്വാസത്തിൽ മിമ്പർ 3 സ്റ്റെപ്പുകളാണ്. ഓരോ സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴും ആമീൻ 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 എന്ന് പറയുന്നു. ആമീൻ ആമീൻ ആമീൻ. അപ്പോൾ സ്വഹാബത്തൊന്നും കേട്ടിട്ടില്ല. എന്തെങ്കിലും നമ്മളൊരു പ്രാർത്ഥന ദ്വാ ചെയ്യുമ്പോഴാണ് ആമീൻ പറയും. ഒരു ദ്വാവും അവർ കേട്ടില്ല. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾ എന്തിനാണ് ആമീൻ പറഞ്ഞത്? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നിട്ട് 3 പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയ്ക്ക് എന്നോട് ആമീൻ പറയാൻ കൽപ്പിക്കുകയും ചെയ്യും. അതിലൊരു പ്രാർത്ഥന എന്താണെന്നറിയോ? ഒരാൾക്ക് തൻ്റെ മാതാപിതാക്കളിൽ 2 പേരെയുമോ അല്ലെങ്കിൽ ഒരാളെയോ വയസ്സായി വാർദ്ധക്യത്തിൽ ലഭിച്ചിട്ട് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അവൻ തുലഞ്ഞു പോകട്ടെ. റഗിമ അൻഫു റജുലിൻ, അങ്ങനെ ഒരാളുടെ മൂക്ക് നിലത്ത് കുത്തട്ടെ, നിന്ദ്യനായി തീരട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ആ പ്രാർത്ഥനയ്ക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയുന്നത്. പക്ഷേ ഒരാൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുന്ന ഗോൾഡൻ ചാൻസ് ആണെന്ത്? സ്വന്തം മാതാപിതാക്കളെ പ്രായമുള്ള അവസ്ഥയിൽ അവനെ പരിചരിക്കാൻ കിട്ടുക എന്നുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ അടുത്ത കാലത്ത് ഒരു കേസ് നടന്നിരുന്നു. സൗദി അറേബ്യയിലാണെന്ന് എനിക്ക് തോന്നുന്നു. 2 സഹോദരന്മാർ, അവർ തമ്മിലാണ് കേസ്. എന്താ കേസ്? ആദ്യത്തെ സഹോദരൻ ഉമ്മയെ രണ്ടാമത്തെ സഹോദരൻ വിട്ടുകൊടുക്കുന്നില്ല. ആദ്യത്തെ സഹോദരൻ രണ്ടാമത്തെ സഹോദരൻ ഉമ്മാനെ ആ സഹോദരൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നില്ല. ഉമ്മാനെ കാണണമെങ്കിൽ ആ സഹോദരൻ ഇങ്ങോട്ടേക്ക് വരണം. ഉമ്മാനെ സ്വന്തം വീട്ടിൽ നിർത്താനോ ഹിദ്മത്ത് ചെയ്യാനോ പരിചരിക്കാനോ രണ്ടാമത്തെ സഹോദരന് പറ്റുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സഹോദരൻ എന്ത് ചെയ്തു? കേസ് കൊടുത്തു. എനിക്കെൻ്റെ ഉമ്മാനെ വിട്ടു തരുന്നില്ല നോക്കാൻ എന്ന് പറഞ്ഞു. അവർക്കതിൻ്റെ വില അറിഞ്ഞ ആളുകളാണ്. അങ്ങനൊരു എളുപ്പം, ഒരു ഗോൾഡൻ ചാൻസ് നമ്മളത് കിട്ടിയിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. ഏറ്റവും വലിയ മണ്ടത്തരമാണ്. നമുക്ക് ഒരുപാട് വലിയ ദറജകൾ കരസ്ഥമാക്കാനും തെറ്റുകൾ പൊറുപ്പിക്കപ്പെടാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള വഴിയാണ് മാതാപിതാക്കൾ, പ്രായമുള്ള മാതാപിതാക്കൾ പ്രത്യേകിച്ചും അവർക്ക് വേണ്ട ഹിദ്മത്തുകൾ ചെയ്തു കൊടുക്കുക. അവർക്ക് പ്രയാസമുള്ള രൂപത്തിൽ അവരോട് ഇടപഴകാതിരിക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം. അതേപോലെ തന്നെ നല്ല ആളുകൾക്കിടയിൽ പോലും വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള, നല്ല ദീൻ പഠിക്കുന്ന ആളുകൾക്കിടയിൽ പോലും വ്യാപകമായി പ്രചരിക്കുന്ന, സ്വാലിഹീങ്ങളായി ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്കിടയിൽ പോലും ധാരാളം കണ്ടുവരുന്നൊരു വൻപാപമാണെന്ത്? ഗീബത്ത് എന്നുള്ളത്. ഗീബത്ത് എന്നുള്ളത് അതൊരു വൻപാപമാണ്, ഗൗരവമുള്ള തിന്മയാണ്. പക്ഷെ നമ്മൾ നിസ്കരിച്ചത് കൊണ്ട് ആ തെറ്റ് പൊറുപ്പിക്കപ്പെടൂല. നമ്മുടെ കുറേ ഇബാദത്തുകൾ കണ്ട ആ തെറ്റ് പൊറുപ്പിക്കപ്പെടൂല. എന്താണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മുടെ സാന്നിധ്യത്തിൽ അടുത്തില്ലാത്തൊരാളെ പറ്റി നമ്മൾ അയാളെ പറ്റി പറഞ്ഞാൽ അയാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യാൻ അയാൾ ഇവിടെ പ്രസൻസിലില്ല. അപ്പൊ നമ്മൾ ഇവിടെ നീ സംസാരിക്കുന്ന സംസാരം അയാൾക്ക് ഇഷ്ടപ്പെടാത്ത സംസാരമാണ്. അത് നമ്മൾ ഇവിടെ നിൽപ്പോൾ അയാളുടെ പ്രസൻസ് ഇല്ലാത്ത സമയത്ത് സംസാരിച്ചാൽ അത് ഗീബത്താണ്. ഉള്ളതാണെങ്കിൽ, ഹക്കാണെങ്കിൽ പോലും, ഹക്കാണെങ്കിൽ അത് ഗീബത്താണ്. പല ആളുകൾ ചിന്തിക്കുന്നത് ഹക്കല്ല, ഞാൻ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ, കളവ് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് അറിയാം ഈ കാര്യം ഞാൻ ഇവിടെ പറയുന്നത് അവന് ഇഷ്ടമല്ല, നമുക്ക് അറിയുമെങ്കിൽ പിന്നെ നമ്മളത് സംസാരിച്ചാൽ ഗീബത്താണ്. വലിയ ഗൗരവമുള്ള വിഷയം. പിന്നെ അവസാനം ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്, നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് മാത്രം വേഗത്തിൽ സൂചിപ്പിച്ച. അവസാനം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ള ആളുകൾക്ക്, റബ്ബിൻ്റെ മറ്റ് പടപ്പുകൾക്ക്, അത് മനുഷ്യനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, കാഫർ ആയിക്കോട്ടെ, ആരാണെങ്കിലും അള്ളാഹുവിൻ്റെ മറ്റ് സൃഷ്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പ്രയാസമുണ്ടാക്കുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കണം. വലിയ അപകടം പിടിച്ച വിഷയം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയുന്നുണ്ട്, ദീവാനു ബുൽമി സലാസ, ഖിയാമത്ത് നാളിൽ നമ്മുടെ തിന്മകളെ 3 കാറ്റഗറിയാണ് ആക്കുക. റബ്ബിൻ്റെ അടുക്കൽ നമ്മൾ ചെയ്ത ദുൽമകൾ, അതിക്രമങ്ങൾ, തിന്മകൾ റബ്ബിൻ്റെ അടുക്കൽ 3 കാറ്റഗറി ആക്കി വെക്കപ്പെടും. അതിലൊന്നെന്താണെന്നറിയോ?
റബ്ബ് ഒരിക്കലും പുറത്തു കൊടുക്കാത്ത തിന്മകൾ. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ റബ്ബ് ഒരിക്കലും പുറത്തു കൊടുക്കില്ല. അതേതാ? നമ്മൾ ആദ്യം പറഞ്ഞ കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഇനങ്ങൾ ആദ്യത്തെ ക്ലാസ്സിൽ. രണ്ടാമത്തെ കാറ്റഗറി എന്നുള്ളത് റബ്ബ് തന്തിയില്ല, ഒരാൾക്ക് ഷിർക്കും കുഫറൊന്നുമില്ല, ബിദഅത്തുകളൊന്നുമില്ല, അവൻ പരമാവധി വാജിബുകൾ പാലിക്കുന്നുണ്ട്, ഹറാമുകൾ വിട്ടു നിൽക്കുന്നുണ്ടെങ്കിൽ റബ്ബ് എന്തിയില്ല, അത് പരിഗണിക്കൂല. അത് പരമാവധി വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനും ശ്രമിക്കുന്ന തിന്മകളുണ്ട്. ആണ് രണ്ടാമത്തെ കാറ്റഗറി. ഇത് രണ്ടിലും പെടാത്ത മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് അറിയുമോ? അത് റബ്ബ് ഒരു തരി പോലും വിട്ടുതരൂല. റബ്ബ് ഒരു തരി പോലും വിട്ടുതരൂല. അതിൽപ്പെട്ടതാണത്. ആ ഒരു കാറ്റഗറി ഏതാ? നമ്മളും റബ്ബിന്റെ മറ്റ് പടപ്പുകളും തമ്മിലുള്ള തിന്മകൾ. നമ്മളും റബ്ബിന്റെ മറ്റ് പടപ്പുകളും തമ്മിലുള്ള തിന്മകൾ വലിയ ഗൗരവമുള്ള വിഷയം. വലിയ ഗൗരവമുള്ള, എത്രത്തോളം എന്നറിയോ? നിംസാസ പഠിപ്പിച്ചു തരുന്നുണ്ട്. ദുനിയാവിൽ വെച്ച് കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ആടിനെ അന്യായമായി കുത്തിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. എത്ര സിമ്പിളായിട്ടുള്ള വിഷയം. കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് എന്ത് ചെയ്തു? അന്യായമായി ഒരു കുത്തി. ആ ഒരു കുത്ത് അതിന് പകരം കൊടുക്കാൻ, അത് പകരം വീട്ടാൻ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? ഈ രണ്ട് ആടുകളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും, വീണ്ടും ജീവിപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു കൊമ്പ് കൊടുക്കുകയും കൊമ്പുള്ള ആടിനെ തിരിച്ചു കുത്താൻ കൽപ്പിക്കുകയും ചെയ്യും. ആ ഒരു കുത്തു പോലും വിട്ടുതരൂലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, എന്തായിരിക്കും പടപ്പുകൾ തമ്മിലുള്ള തിന്മകളുടെ ഗൗരവം എത്ര വലുതായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഏത് രൂപത്തിലാണെങ്കിലും, ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് നിന്ന് കൊടുക്കണതാ. ഞാൻ അന്ന് നിങ്ങളെ ഉപദ്രവിച്ച് അറിവില്ലാത്ത കാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങൾക്ക് അതിന് പകരമായിക്കൊണ്ട് എന്നെ എത്ര വേണമെങ്കിലും ഉപദ്രവിക്കാം എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കണം. എന്നിട്ട് അവർ നമ്മൾ ചെയ്തതുപോലെ നമ്മൾ ഉപദ്രവിച്ച് അവർക്കത് തൃപ്തിപ്പെട്ട് അവർ നമ്മളെ പൊരുത്തപ്പെട്ടാൽ അള്ളാഹു അത് പുറത്തുതരും, അല്ലെങ്കിൽ അത് പുറത്തുതരില്ല. അപ്പോഴേ അള്ളാഹു അത് പുറത്തുതരുള്ളൂ. നമ്മൾ അവന്റെ സമ്പത്ത് അന്യായമായി അപഹരിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് തിരികെ കൊടുത്തിട്ട് അവൻ നമ്മളെ പൊരുത്തപ്പെട്ടാലേ റബ്ബ് നമ്മൾക്കത് പുറത്തു തരുള്ളൂ. റബ്ബ് നമുക്ക് ആ തെറ്റ് പുറത്തു തരികയുള്ളൂ. വളരെ ഗൗരവമുള്ള വിഷയമാണ്, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതിലേറ്റവും കൂടുതൽ ആളുകൾക്ക് വീഴ്ച പറ്റുന്ന ഏത് വിഷയത്തിലാണെന്നറിയോ? ഈ ഒരു പടപ്പുകളോട് ഒരുമ ചെയ്യുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വീഴ്ച വരുന്ന വിഷയം ഏതാ? ഭാര്യമാർക്കുള്ള വിഷയം. നമ്മുടെ കൂട്ടത്തിലെ ആളുകൾക്കല്ലേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ക്ലാസ്സിന് വരുമ്പോൾ, മസ്ജിദിലേക്ക് വരുമ്പോൾ, അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മളെ പറ്റി ഒരാൾക്കൊരു പരാതി ഉണ്ടാവില്ല. നമ്മൾ നല്ല ആളാണ്, നല്ല സ്വഭാവമാണ്, നല്ല ക്യാരക്ടറാണ്, നല്ല പെരുമാറ്റമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒക്കെ ഓക്കെയാണ്. വീട്ടിൽ നമ്മുടെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ശരിക്കുള്ള തനി നിറം എന്താണ്. അല്ലെ, അടുപ്പിക്കാൻ കഴിയില്ല പല ഭർത്താക്കന്മാരും. വളരെ വൃത്തികെട്ട പെരുമാറ്റവും സ്വഭാവവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മുടെ ഭാര്യയായിരിക്കും, നമുക്കതൊക്കെ അവർ ക്ഷമിക്കുന്നുണ്ടാവും, അവർക്ക് തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പ്രതികരിക്കാൻ സാധിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മസ്ലഹത്തുകൾ കണക്കാക്കി അവരതൊക്കെ മൂടി വെക്കുന്നുണ്ടാവും, മറച്ചു വെക്കുന്നുണ്ടാവും. പക്ഷെ ഖിയാമത്ത് നാളിൽ നാളെ റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ അവരിത് നമുക്ക് വിട്ടുതരണമെന്ന് യാതൊരു നിർബന്ധമില്ല. അവർ നമ്മളോട് ഓരോന്നും എണ്ണി പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുക തന്നെ ചെയ്യും. നമുക്കന്ന് തിരിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സമ്പത്തില്ല. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് നമ്മളാകെ ചെയ്ത കുറച്ച് അമലുകൾ മാത്രം. അത് ഓരോന്ന് നമ്മൾ എത്രത്തോളം പ്രയാസപ്പെടുത്തിയിട്ടുണ്ടോ, ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് പകരമാവുന്ന അത്രയും അമലുകൾ നമ്മൾ എടുത്തു കൊടുക്കപ്പെടും. വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ വേദനയ്ക്ക് പകരമാവുന്ന അത്രയും അമലുകൾ എടുത്തു കൊടുക്കപ്പെടും. അങ്ങനെ അവൾക്ക് കൊടുക്കേണ്ട ഹക്കുകൾ മുഴുവൻ കൊടുത്തു കഴിഞ്ഞാലേ പിന്നെ നമ്മളിൽ പിന്നെന്താണോ ബാലൻസ് അവശേഷിക്കുന്നത് അതാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ബാക്കിയൊക്കെ അവൾ കൊണ്ടുപോകും. അപ്പം ഞാൻ എൻ്റെ ഭാര്യയെ ഞാൻ എന്തു ചെയ്യും എന്നുള്ള മെൻറ്റാലിറ്റി ഒരു മുസ്ലിമിന് പാടില്ലാത്തത്, ഒരു മുസ്ലിമിന് ഒരിക്കലും പാടില്ലാത്തത്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. റബ്ബിൻ്റെ മറ്റ് പടപ്പുകളോട് ഇടപഴകുമ്പോൾ നമുക്കൊരാൾക്കൊരു ഹൈറും ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ഷർറും ബാധിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വൻപാപങ്ങൾ
വളരെ ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ വളരെയധികം വ്യാപിച്ചിട്ടുള്ള തിന്മകൾ വേഗത്തിൽ എടുത്തു പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു എന്ത് ചെയ്യട്ടെ നമുക്കെല്ലാവർക്കും ഇത്തരം വൻപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ പരമാവധി ശ്രദ്ധിക്കുക. ഇനി അഥവാ വന്നു പോയ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ, റബ്ബിലേക്ക് ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങാൻ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ ഈ ഒരു പഠനം കൊണ്ട് കിട്ടേണ്ട ശരിയായ റിസൾട്ട് അത് നമ്മുടെ ജീവിതത്തിൽ, വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും വിവാദത്തുകളൊക്കെ സ്വഭാവ മര്യാദകളിലടക്കം അത് ഏറ്റവും നല്ല രൂപത്തിൽ പ്രാക്ടിക്കലാക്കാൻ അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വതആലയെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമുക്ക് അവനെ കണ്ടുമുട്ടാൻ റബ്ബ് സുബ്ഹാനഹു വതആല ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.